എടാ കള്ള പെരേര നീ കൊള്ളാലുള്ള അണ്ണന്റെ പൈസ കൊണ്ടാ നീ പഠിക്കണല്ലേ? എന്നിട്ടാണ് ഒരുത്തപ്പോ MBA പഠിക്കലുണ്ട് അവിടെ പെരേര. അത് എന്റെ കാശാണ്, 2 ലക്ഷം രൂപ. MBA പഠിക്കലുണ്ട്. അത് ഞങ്ങൾ അറിയില്ല. ഈ പെരേര മുടക്കണേ പെരേര ഞാൻ കൊടുക്കുന്ന പെരേര അണ്ണാ. അപ്പൊ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞേര്, ഇനിയുള്ള കേസുകൾ ആരാ വാദിക്കണേ? അഡ്വക്കേറ്റ് LLB LLM അഭിഷേക്. അഭിഷേക അല്ല, അഭിലാഷ് സ്റ്റാർട്ടായി. അപ്പൊ ഇനി അണ്ണന്റെ എന്ത് കേസുകൾ ലുക്കിലെന്നേ ഉള്ളൂ. നിനക്ക് ലുക്കിലെന്നേ ഉള്ളൂ. ഒടുക്കത്തെ ബുദ്ധിയാണ്. ലുക്കില്ല അണ്ണാ, ലുക്കില്ല. നിന്റെ ലുക്കുണ്ട്. നിന്നെ ആൾക്കാരെ കുളിപ്പിക്കാനും മുടികളെ നടക്കുകയാണ്. പച്ചക്ക് കത്തിക്കല്ലോ. ലുക്കില്ലേ? ബുദ്ധി ഭയങ്കരമാണ്. നീ രാവണനാണ്, ശരിക്കുള്ള രാവണനാണ്. കൊള്ളാം എന്തായാലും. അപ്പൊ നിങ്ങളാണ് പാസ്സായിണ്ടോ? അത് കോപ്പി അടിക്കാലോ. അല്ല അണ്ണൻ പൈസ മുടക്കണം അതിന് വേണ്ടി. അല്ല ഒരുത്തപ്പോ MBA പഠിക്കലുണ്ട് അവിടെ പെരേര. അത് എന്റെ കാശാണ്, 2 ലക്ഷം രൂപ. MBA പഠിക്കലുണ്ട്. അത് ഞങ്ങൾ അറിയില്ല. ഈ പെരേര മുടക്കണേ പെരേര ഞാൻ കൊടുക്കുന്ന പെരേര അപ്പം പെരേര പഠിക്കുന്ന കാശ് അണ്ണനെ സ്പോൺസർ ചെയ്യുന്നത്. അത് ഭയങ്കര മോശമായി പോയല്ലോ. പെരേര 10ാം ക്ലാസ്സിൽ നേരെ 10ാം ക്ലാസ് അവസാന സംശയമുണ്ട്. 10ാം ക്ലാസ്സിന് ഒറ്റ ചാട്ടാണ് MBAയിലേക്ക്. അതിന് ഞാൻ ആ പരിധി പറഞ്ഞു കൊടുത്തതാണ് സ്പോൺസർ ചെയ്തത്. സ്പോൺസറിങ് ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്താം. എന്റെ ദൈവമേ. അപ്പൊ പെരേര പറഞ്ഞ പെരേര പൈസ കൊണ്ടാ പഠിക്കണേ? കവർ ചെയ്തിട്ടില്ല, BA കവർ ചെയ്തിട്ടില്ല. 10ാം ക്ലാസ്സിൽ ജയിച്ചു. അന്ന് ഒറ്റ ചാട്ടാണ് MBAയിലേക്ക്. എന്റെ പൊന്നെ, 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ കൊണ്ടുപോയി. അത് മോശമായി പോയിരുന്നാലും പെരേര പറഞ്ഞ പെരേര പൈസ മുടക്കിയാ പഠിക്കണേ? എടാ കള്ള പെരേര നീ കൊള്ളാലുള്ള അണ്ണന്റെ പൈസ കൊണ്ടാ നീ പഠിക്കണല്ലേ? എന്നിട്ടാണ് നീ പറഞ്ഞത് നിന്റെ പപ്പ മുടക്കിയ പൈസയാണെന്ന് പറയണേ അല്ലേ? അത് മോശമായി പോയില്ല. കല്യാണം നടത്തി കൊടുക്കുന്നതാണ്. കല്യാണം ചെലവ് കണ്ടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നോ? ആരും പറഞ്ഞോ? കല്യാണം എന്ന് പറയുമ്പോൾ കണ്ടന്റേടാ. അപ്പൊ അണ്ണൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എത്ര പേര് ഏൽപ്പിക്കണം? എല്ലാവരും പണി വെക്കുക. ഒന്ന് മനസ്സിലാക്കുക, അണ്ണൻ നല്ലവനാണ്. ടൂ മച്ച് 2 തവണ നല്ലവനായില്ലേ? ഇനിയും അണ്ണൻ നന്നാവും. നന്നാവില്ല ജോർജ് കുട്ടി. ദൃശ്യം 5 വന്നാലെങ്കിലും പറയൂ, വരുണ്ണ എവിടെ കുഴിച്ചിട്ടത്? ദൃശ്യം 10 വന്നാൽ പോലും പറയില്ല. അതെന്നാ ജോർജ് കുട്ടി? അവനെല്ലാം പോകേണ്ട ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ജോർജ് കുട്ടി, ഈ പറമ്പെല്ലാം ഇങ്ങനെ കിളച്ചിട്ടേക്കണ തന്നെ? നിങ്ങൾ കൃഷിക്കാരൻ വല്ലാണ് ജോർജ് കുട്ടി? അവിടെ പലതും കാണാം. അല്ല ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടല്ലോ, എന്താ സംഭവം? അവിടെ ഇത് കണ്ടില്ലേ? അല്ല അത് തലയോട്ടിയൊക്കെ ഞാൻ കണ്ടല്ലോ. എന്താണ് നിങ്ങൾ എന്താണ് ജോർജ് കുട്ടി? നിങ്ങൾ ഈ ദൃശ്യം 5 വരുമ്പോഴത്തേക്ക് നിങ്ങൾ അധോലോക രാജാവോ? ഡോണാവോ? ഓൾറെഡി ഡോണാ. എവിടെയാണ് വരുണ്ണ കുഴിച്ചിട്ട് പറ? തേങ്ങ കേട്ടോ? മണ്ടവേദങ്ങാലോ ജോർജ് കുട്ടിയത്? നിങ്ങളുടെ കൃഷി ഇങ്ങനെയുള്ളൂ? നിങ്ങൾ കൃഷി ചെയ്യുന്നു മണ്ടയില്ലാത്ത ഭാഗമാണ്. ആണോ? കണ്ടോ, ഇതിന്റെ താഴെ ആയിരിക്കും പുല്ലിങ്ങനെ വെട്ടിയിട്ടേക്കണ. അതുകൊണ്ടല്ലേ ജോർജ് കുട്ടി? അപ്പൊ ഇനി ബാക്കി കണ്ടുപിടിക്കണ കൈയും കാലൊക്കെ അന്നേരമാണ് കണ്ടുപിടിക്കുക. ഈ CBI മൊത്തം നശിപ്പിച്ചേക്കുമല്ലേ ജോർജ് കുട്ടി? ഇനിയെങ്കിലും വരണം എവിടെയാണ് ജോർജ് കുട്ടി? ജോർജ് കുട്ടി അതാണ് ദൃശ്യം 8 പറയാൻ പോണ കാര്യമാണ്. പിന്നെ അപ്പൊ ദൃശ്യം 5 ഞങ്ങൾ പറയും എവിടെയാന്നുള്ളതല്ലേ? ജോർജ് കുട്ടി പറയില്ലേ വരണം എവിടെയാന്ന്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ കടയിൽ കയറിയിട്ട് കുറേ പറ്റും ഫുഡ്. ജോർജ് കുട്ടിയുടെ പേരിൽ പറ്റും. ഒരുപാട് പേര്